ഹായ് ഓൾ. ഇത് നമ്മൾ CS എക്സിക്യൂട്ടീവ് സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള TDOP, അതായത് 3-day ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന പേരിലുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പുതിയതായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ February 1 ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുക. കുട്ടികൾ ചോദിച്ചു തുടങ്ങി പഴയ ODOP അറ്റൻഡ് ചെയ്തവർ ഇത് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത്. ഈ 3-day ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ODOP, അതായത് 1-day ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ എക്സാമിന് മുന്നേ മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടുന്ന പ്രോഗ്രാം ആണ്. 1 ഡേക്ക് പകരം 3-day ആയിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസമാണ് അതിനകത്തുള്ളത്. യൂഷ്വലി നമ്മൾ ചാപ്റ്ററിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയണൽ സെന്ററുകളിൽ പോയിട്ട് ഫിസിക്കലായിട്ടാണ് ODOP അറ്റൻഡ് ചെയ്യാറ്. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കറസ്പോണ്ടിങ് എക്സാംസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ ഇത് February 1 അതിനുശേഷമോ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ CSCT പാസ്സായിട്ട് February 1 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ആണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1-day ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പകരം ഈ 3-day ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതാണ് ഉള്ളത്. ഇനി 1-day ഓറിയന്റേഷൻ പ്രോഗ്രാം ഓൾഡ് സിലബസിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ കൺവേർട്ട് ചെയ്ത് ന്യൂ സിലബസിലേക്ക് ആകുവാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടുന്നതില്ല. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് വീണ്ടും ഈ ഓറിയന്റേഷൻ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടു, അതായത് ഇപ്പൊ ജനുവരിയിൽ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടു, പക്ഷേ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഈ ജൂൺ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-day ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ അതിന് ഫിസിക്കൽ ആയിട്ടുള്ള സെഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് 1-day ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെ ചെയ്യുക. നിങ്ങൾ 3-day ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് 1-day ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെ ചെയ്തിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ February 1 അല്ലെങ്കിൽ അതിന് ശേഷമോ മാത്രം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ 3-day ഓറിയന്റേഷൻ പ്രോഗ്രാം ആപ്ലിക്കബിൾ ആയിരിക്കുക. ഒരു തരത്തിലും അതിന് മുന്നേ ചെയ്ത ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ആളുകളോ 3-day ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. സോ അതാണ് അതിനകത്തൊരു ക്ലാരിറ്റി. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കും.